നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. സ്വർണ്ണവില കേട്ട് ഞെട്ടിയോ? എന്നാൽ എല്ലാവർക്കും സ്വർണ്ണം വാങ്ങാം. തൂബ ജ്വല്ലറി അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകൾ, അതിമനോഹരമായ ഡിസൈനുകൾ, 1 ഗ്രാം മുതൽ നെക്ലസുകൾ, ബ്രേസ്ലെറ്റുകൾ, റിങ്ങുകൾ, മിതമായ പണിക്കൂലിയും ആയുഷ്കാല മെയിന്റനൻസ് സപ്പോർട്ടും. ഇനി എന്തിനു സ്വർണ്ണം വാങ്ങാൻ കാത്തിരിക്കണം? ചെമ്മാട് തൂബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ. വാർത്തകൾ വിശദമായി. CPIM താനൂർ ഏരിയ മുൻ സെക്രട്ടറിയായിരുന്ന ഇ ഗോവിന്ദൻ അനുസ്മരണ പൊതുയോഗം കുണ്ടുങ്ങലിൽ വെച്ച് നടന്നു. വൈകിട്ട് 5-ന് മൂലക്കൽ നിന്നും ആരംഭിച്ച റെഡ് വളണ്ടിയർ പരേഡ് കുണ്ടുങ്ങലിൽ സമാപിച്ചു. പോരാട്ടത്തിൻ ജനഭൂമികളിൽ ഞങ്ങളെയാകെ നയിച്ച സഖാവേ വീരസഖാവേ ഗോവിന്ദേട്ട, നിങ്ങൾ ഉയർത്തിയ മുദ്രാവാക്യം ഞങ്ങളെ മണ്ണിൽ ശാശ്വതമാക്കും. തുടർന്ന് നടന്ന അനുസ്മരണ പൊതുയോഗം CPIM ജില്ലാ സെക്രട്ടറി VP അനിൽ ഉദ്ഘാടനം ചെയ്തു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് കടന്നുവരുന്ന ഏതൊരാൾക്കും ഇ ഗോവിന്ദന്റെ ജീവിതയാത്ര പഠനമാക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന കാലം മുതൽക്കാണ് ഗോവിന്ദനെ പരിചയപ്പെടുന്നത്. അന്ന് എൻ്റെ അച്ഛൻ എന്നുള്ള രൂപത്തിലാണ് പരിചയപ്പെട്ടത്. പിന്നീട് കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള ഗോവിന്ദനെയാണ് പിന്നീട് ഞാൻ പഠന വിധേയമാക്കിയത്. അത് ഏതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് കടന്നു വരുന്ന ഏതൊരാൾ ഗോവിന്ദൻ്റെ ജീവിതത്തെക്കുറിച്ച്, ആ യാത്രയെക്കുറിച്ച് പഠന വിധേയമാക്കേണ്ടതാണ്. ഒരുപാട് കാര്യങ്ങൾ ആ ജീവിതത്തിൽ മാതൃകാപരമായി പഠിക്കാനുണ്ട്. അത് ഞാൻ ഇവിടെ വിശദീകരിക്കുന്നത്. ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പോരാട്ടങ്ങളെ സംബന്ധിച്ച് ശശിധരൻ ഇവിടെ കൃത്യമായിട്ട് വിശദീകരിച്ചു. ദേശീയ സർവദേശീയ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം നമ്മൾ കാണുന്നത്
നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു വ്യത്യസ്തമായിട്ടുള്ള മുഖമാണ് ഇന്ന് കേരളം നൽകുന്നത്. രാജ്യത്ത് എവിടെയെല്ലാം അക്രമങ്ങൾ നടക്കുന്നു, എവിടെയെല്ലാം നീതി നിഷേധങ്ങൾ നടക്കുന്നു, അതിനെല്ലാം വ്യത്യസ്തമായി നീതി നിഷേധമില്ല, സമാധാനത്തോടുകൂടി സ്വൈരമായി ജീവിക്കാൻ പറ്റാവുന്ന ഏതിടം ഈ രാജ്യത്തകത്തുണ്ടോ ആ ഇടത്തിന്റെ പേരാണ് കേരളം എന്ന് നമ്മൾ ഓർക്കുന്നത്. ഏരിയ സെക്രട്ടറി സമദ് താനാളൂർ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. ഏരിയ കമ്മിറ്റി അംഗം എം അനിൽകുമാർ അനുസ്മരണ പ്രമേയം അവതരിപ്പിച്ചു. CPIM തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം ടി ശശിധരൻ മുഖ്യപ്രഭാഷണം നടത്തി. ഈ മൗലികമായ നമ്മുടെ ആശയത്തെ മുറുകെ പിടിച്ചുകൊണ്ട് പുതിയ കാലത്തെ അപ്ഡേറ്റ് ചെയ്യുവാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ എന്തുണ്ടാകും? നമ്മൾ കാലഹരണപ്പെട്ടു. ഈ കാലഹരണപ്പെടലിലൂടെ രക്ഷപ്പെടുന്നത് കാലഹരണപ്പെട്ട രാഷ്ട്രീയം നമ്മുടെ മുമ്പിലേക്ക് വരും. ആ കാലഹരണപ്പെട്ട രാഷ്ട്രീയത്തിന്റെ പേരാണ് തീവ്രവാദം. ആ തീവ്രവാദത്തിന് മഞ്ഞയും പച്ചയും നീലയും ഒക്കെയുണ്ട്. തീവ്രവാദം മഞ്ഞയുണ്ട്, പച്ചയുണ്ട്, നീലയുണ്ട്. തീവ്രവാദം എന്ന് പറഞ്ഞ കാസ എന്ന് പറയുന്നത് തീവ്രവാദമാണ്, ക്രിസ്ത്യൻ തീവ്രവാദം. CPI എന്ന് പറയുന്നത് വേറൊരു തീവ്രവാദം. പോപ്പുലർ ഫ്രണ്ട് വേറൊരു തീവ്രവാദമാണ്. ഇവർക്കൊന്നും അധികാരമില്ലാത്ത തീവ്രവാദങ്ങളാണ്. അതുകൊണ്ട് വലിയ അധികാരമില്ലാത്തത് കൊണ്ട് അവർ മോശമെന്നല്ല, നല്ലതെന്നല്ല, അത് തീവ്രവാദമാണ്. പക്ഷെ അധികാരമുള്ള തീവ്രവാദമാണ് എല്ലാ തീവ്രവാദത്തെക്കാൾ വലുത്. RSS ആണ്. അവന്റെ കയ്യിലാണ് അധികാരം. അവൻ അപകടകാരിയാണ്. അപ്പൊ ഈ അപകടകരമായ അവനാണെങ്കിലോ കാലഹരണപ്പെട്ട പ്രത്യയശാസ്ത്രമാണ് അവൻ കൈകാര്യം ചെയ്യുന്നതെങ്കിലും അവൻ ആധുനിക സജ്ജീകരണത്തെ അപ്ഡേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ നമ്മളെക്കാൾ മിടുക്കൻ. യൂട്യൂബ് കൈകാര്യം ചെയ്യുന്നതിൽ, ഇൻസ്റ്റാഗ്രാം കൈകാര്യം ചെയ്യുന്നതിൽ, അതേമാതിരി ഗൂഗിൾ കൈകാര്യം ചെയ്യുന്നതിൽ, വാട്സപ്പ് കൈകാര്യം ചെയ്യുന്നതിൽ, ആധുനിക ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ പോലും കൈകാര്യം ചെയ്യുന്നതിൽ ഒരുപക്ഷെ നമ്മളെക്കാൾ മിടുക്കൻ എന്ന് പറയുന്നത് RSS. എന്തിനാ അവൻ ഇത് കൈകാര്യം ചെയ്യാൻ മിടുക്കനാവുന്നത്? അവൻ മിടുക്കന്മാരെ വയ്ക്കുക. എന്തിനാ മിടുക്കനാവുന്നത്? അവൻ അതിവേഗതയിൽ ഇന്ത്യയുടെ അധികാരത്തിന്റെ ഭൂരിപക്ഷം ലഭിച്ച് ആ ഭൂരിപക്ഷത്തിൽ വലിയ ഭൂരിപക്ഷം നേടി ഇന്ത്യൻ ഭരണഘടനയെ മാറ്റി അവന്റെ താല്പര്യം നടപ്പിലാക്കുക. ആ താല്പര്യം എന്ന് പറയുന്നത് വർണ്ണാശ്രമ വ്യവസ്ഥ കൊണ്ടുവരാൻ. മന്ത്രി വി അബ്ദുറഹ്മാൻ, CPIM ജില്ലാ കമ്മിറ്റി അംഗം ഇ ജയൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ KT ശശി, KV സിദ്ദീഖ്, P സതീശൻ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. VC ശശിധരൻ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.